ഓംകാരം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഗീതാധ്യാനത്തോടെ ഗീതയിലേക്ക് കടക്കാം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഘ്രദിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ധരാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്ത പണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 5-ാമത്തെ അധ്യായം, നമ്മളുടെ പ്രഭാഷണത്തിന്റെ 6-ാമത്തെ ദിവസം. ഇന്നത്തെ അധ്യായത്തിന്റെ പേര് സുധാകർജി പറഞ്ഞപ്പോ കർമ്മസന്യാസം എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ കുറച്ച് പരിഭ്രമിച്ചിട്ടുണ്ടാവും. പരിഭ്രമിക്കാനൊന്നുമില്ല. ഏതൊരു കർമ്മത്തിനെയും നമുക്ക് സന്യാസമായിട്ട് മാറ്റി അതുവഴി ഭഗവാനിലേക്ക് നേരിട്ടുള്ളൊരു വഴി തുറക്കാം എന്ന് കാണിക്കുകയാണ് ഇതിൽ കൂടി. സന്യാസത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥതലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഈ അധ്യായത്തിൽ കൂടി. ഭാഗ്യത്തിന് നമ്മുടെയൊക്കെ മാതിരി തന്നെയാണ് അർജുനനും. എപ്പോഴും സംശയമാണ്. എന്തെങ്കിലും ഒന്ന് കേട്ട് മനസ്സിലായില്ല എന്നൊക്കെ കിസ നിൽക്കൂ, എനിക്കിത് മനസ്സിലായില്ല കേട്ടോ, ഇതൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഈ അധ്യായം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന മാതിരിത്തെ ഒരു സംശയം കൊണ്ടാണ് ചോദിക്കുന്നത്. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. പിന്നെയും അവിടുന്ന് പറയുന്നുണ്ട് കർമ്മത്തിനെ ഉപയോഗിക്കുമെന്ന്. പിന്നെ പറയും ഞാനാണെന്നല്ല. എനിക്കത് അങ്ങോട്ട് മനസ്സിലാവണില്ല ഭഗവാനെ, ഒന്ന് നേരെ ചൊവ്വനെ എനിക്ക് പറഞ്ഞു തരൂ. ഏത് കർമ്മങ്ങളെ ഞാൻ ഉപേക്ഷിക്കേണ്ടത്? ഏത് കർമ്മങ്ങളെയാണ് കൊണ്ട് നടക്കേണ്ടത്? ഏത് കർമ്മത്തിൽ കൂടിയാണ് ബന്ധനം വരുന്നത്? ഏത് കർമ്മത്തിൽ കൂടിയാണ് ബന്ധനത്തിൽ നിന്ന് മുക്തരാകുന്നത്? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് നേരാവണ്ണം പറഞ്ഞു തരൂ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അർജുനൻ നമ്മളെ ഈ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതൊരു കുടുംബത്തിലായാലും ശരി, ഒരു സംഘടനയിലായാലും ശരി, നമ്മുടെ ഒരു ഓഫീസിലായാലും ശരി, രാജ്യത്തിലായാലും ശരി, അങ്ങേയറ്റത്തെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലായാലും ശരി, കുറച്ച് സാധാരണയായിട്ടുള്ള ചില നല്ല സ്വഭാവങ്ങള്, നല്ല പ്രവർത്തന രീതികളൊക്കെ കൊണ്ടുവച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. അത് തീർച്ചയാണ്. എത്രയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, നമ്മൾ നേരാവണ്ണം അതില് നമ്മളെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരസലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിന് വിഷമം വരും, ടെൻഷൻ വരും, സ്ട്രെസ് വരും. അങ്ങനെ സന്തോഷമായി മാറേണ്ടതായിട്ടുള്ള നമ്മുടെ പ്രവൃത്തി നമുക്ക് വലുതായിട്ടുള്ള അസന്തോഷത്തിന് ഇടയാക്കും. അത് തീർച്ചയാണ്, എവിടെയായാലും ശരി. ഇപ്പൊ കുടുംബത്തിൽ തന്നെ നമുക്കറിയാം, പെരുമാറ്റച്ചട്ടങ്ങളിൽ നമ്മളെ കുറച്ച് അയവൊക്കെ വരുത്തി കഴിഞ്ഞാൽ അച്ഛനമ്മോട് മിണ്ടില്ല ചില ദിവസം, അല്ലെങ്കിൽ അമ്മ മക്കളോട് മിണ്ടില്ല, അല്ലെങ്കിൽ സർവൻസിന്റെ പ്രോബ്ലം ആയിരിക്കും,
എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോ ഇതിൽ നിന്നെല്ലാം മുക്തനാകണം എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു നിസ്സംഗത്വം നമ്മൾ വളർത്തി എടുക്കണം. ആ നിസ്സംഗത്തിന്റെ മറ്റൊരു പേരായിട്ട് നമുക്ക് സന്യാസത്തിനെ എടുക്കാം. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യത്തില്. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നതാണ് ഇതെന്താ കുടുംബത്തിനെ പറ്റി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞു തരണേ എന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ കുടുംബത്തിന്റെയും മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വമാണല്ലോ അല്ലേ? നമ്മൾ കുറെ വ്യക്തികള് ഒന്നിച്ചു ചേർന്നിട്ടല്ലേ കുടുംബം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യക്തിയെ എങ്ങനെ നന്നാക്കി എടുക്കണം എന്നുള്ള പാഠം പഠിക്കാതെ നമുക്ക് കുടുംബത്തിനെ നന്നാക്കി എടുക്കാൻ സാധിക്കില്ല. പണ്ട് കാലത്തൊരു കഥ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ചൈനയില് അവരുടെ രാഷ്ട്രത്തിന് ആകപ്പാട് എന്തൊക്കെ തകരാറുകളൊക്കെ വന്നപ്പോ അവർ നിശ്ചയിച്ചു, ഇതിങ്ങനെ പറ്റില്ല, നമ്മുടെ രാഷ്ട്രത്തിന് നമുക്കൊന്ന് നേരെയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വലിയൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി, നമ്മുടെ പാർലമെന്റ് മാതിരി. അപ്പൊ അതിൽ വന്നവരുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോ അവർക്ക് തോന്നി, ഇവിടെ നമ്മൾ കുറെ പേര് കൂടി ആലോചിച്ചുകൊണ്ടുണ്ടോ രാജ്യം നന്നാക്കാൻ സാധിക്കണു. അതുകൊണ്ട് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സ്റ്റേറ്റിലും ഇതേമാതിരത്തെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് നമുക്ക് രാജ്യം നന്നാക്കണം. അങ്ങനെ അവർ സ്റ്റേറ്റ് ലെവല് കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോഴും അവിടെ കുറച്ച് പേര് അവിടെയൊക്കെ വന്ന് വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നല്ലാതെ ഇതുകൊണ്ടൊന്നും നന്നാവില്ല. അപ്പൊ നമുക്ക് എന്താവണം, ഓരോ ടൗണിലും ടൗൺ കമ്മിറ്റി ഉണ്ടാക്കി. പിന്നെ നോക്കി ഇതുകൊണ്ടും കാര്യമില്ല, അവിടുന്ന് താഴെ പോയി പഞ്ചായത്തുകളിലേക്ക് പോയി, അവിടുന്നും ശരിയായില്ല. അപ്പൊ പിന്നെ അവർ വിചാരിച്ചു ഒരു വഴിയുള്ളൂ, കുറച്ച് കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ടേ നമുക്കത് നന്നാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കുടുംബത്തിന്റെ ലെവലിലേക്ക് വന്നപ്പോൾ മനസ്സിലായി, അവിടുത്തെ ഓരോ വ്യക്തിയും നന്നായാൽ മാത്രമേ കുടുംബം നന്നാവുള്ളൂ, കുടുംബം നന്നായാലേ സമുദായം നന്നാവുള്ളൂ, സമുദായം നന്നായാലേ നമ്മുടെ പഞ്ചായത്തോ അവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ടൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി അതുകൊണ്ട് തന്നെയായിരിക്കണം വ്യക്തി നിർമ്മാണം, മാൻ മേക്കിംഗ് ആൻഡ് നേഷൻ ബിൽഡിംഗ്. മനുഷ്യരെ നന്നാക്കി എടുക്കാതെ നമുക്ക് ഒന്നിനെ നന്നാക്കി എടുക്കാൻ സാധിക്കില്ല. അത് ആദ്യമേ ഞാൻ പറയേണ്ടായി. നമ്മുടെ രമണ മഹർഷിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ അദ്ദേഹം ചോദിക്കും, നീ ആരാണ്? സ്വയം അത് കണ്ടുപിടിച്ചിട്ട് വരൂ. എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയായ നീ ആരാണ്? നിന്റെ സ്വഭാവമല്ല, നമ്മൾ വിചാരിക്കുന്ന മാതിരി ക്യാരക്ടറും സ്വഭാവമല്ല പറയുന്നത്. നീ ആരാണ് എന്ന് സ്വയം കണ്ടുപിടിച്ചിട്ട് വരൂ എന്ന് പറയും. അപ്പൊ എന്ത് വരുന്നറിയോ, അങ്ങനെ സ്വയം അങ്ങോട്ട് കണ്ടുപിടിക്കാൻ അവർ തുടങ്ങുന്ന സമയത്ത് എന്താ അവസാനം ചെന്നത്ത് എവിടെയാ? വളരെ ആത്മാർത്ഥമായിട്ട് ഒരാൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എന്താവും? ശങ്കരാചാര്യ സ്വാമി നിർവാണ ഷഡ്കത്തിൽ എഴുതി വെച്ചേക്കണ മാതിരി ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ശരിക്കും വളരെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് ആ മഹത്തായ സത്യത്തിലായിരിക്കും. ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ സത്യം തന്നെയാണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതിൽ കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. കുടുംബം എന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ ഓരോ ആണികളാണ്. ആ എല്ലാ ആണികളും ടൈറ്റായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് കുടുംബത്തിനെ നേരെ വെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് ഭഗവാൻ ഈ സമഷ്ടിയെയും വെഷ്ടിയെയും കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ചൊന്നിച്ച് ചേർത്ത് പറഞ്ഞുകൊണ്ട് പോവാ. എന്താന്ന് വെച്ചാല് നിന്റെ വ്യക്തിത്വം അതിന്റെ പൂർണ്ണതയിൽ എത്തണം എന്നുണ്ടെങ്കിൽ സമഷ്ടിഭാവത്തിലുള്ള ആ പരമമായ ശക്തിയെ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ കണ്ണുകൾ കാണുന്നു, ചെവികൾ കേൾക്കുന്നു എന്നൊക്കെയല്ലേ. അതിലേക്ക് വരുന്ന ശക്തി എവിടുന്ന? നമ്മുടെ കണ്ണുകള്, കാണുകള്, കാതുകള് എന്നൊക്കെ പറയുന്നത് വെറും ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആ ഇൻസ്ട്രുമെന്റ്സിന്റെ പിന്നില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുണ്ട്, മസിൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട് അല്ലേ? അവര് കൊണ്ടുവരുന്ന വിവരം മനസ്സിലേക്ക് പോകുന്നു, മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് പോകുന്നു, ബുദ്ധിയിലെ അത് ആത്മപ്രകാശത്തില് നമുക്ക് കാഴ്ചയായിട്ടും കേൾവിയായിട്ടും ഒക്കെ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ ആദ്യത്തെ ദിവസം പറയണ്ടായി ഞാൻ നാനോ സെക്കൻഡിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കാരണം നമുക്ക് അറിയില്ല. നമ്മൾ കാണുന്നു, കാണുമ്പോൾ നമ്മൾ വിചാരം കണ്ടു, നമുക്ക് മനസ്സിലായി എല്ലാം എന്നാണ്. പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങള് നമ്മുടെ പിന്നില് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ഞാൻ സ്വരൂപിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകണം. നമ്മളൊരു ഇതിന്റെ പറയണ്ടായി, രഥത്തിന്റെ ഒരു ചിത്രം നമ്മൾ പറഞ്ഞപ്പോ രഥം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര വേഗം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു ഉപമ, ഒരു 3 പിൻ പ്ലഗും ഒരു മെയിൻ സ്വിച്ചും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അതിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചത്. അപ്പോ ആ 3 പിൻ പ്ലഗ് അത് തന്നെ നമുക്കൊരു നല്ലൊരു ഇതായിട്ട് കൊണ്ടു നടക്കാം, ഉപമയായിട്ട്.
ആ 3 പിന്നിന്റെ 3 പിന്നുകളുണ്ട്. ആരൊക്കെ ഓർക്കണുണ്ടെന്ന് അറിയില്ല. ഒരു പിൻ ഏകാത്മഭാവം. ആ ഏകാത്മഭാവം എത്രത്തോളം നമുക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുന്നു, അത്രയും മനസ്സിന് ശാന്തി കിട്ടും. അതുകൊണ്ട് ആ 3 പിൻ പ്ലഗിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏകാത്മഭാവമാണ്. അതിനെയാണ് നമ്മള് സ്നേഹം. ഒരു അമ്മയുടെ കയ്യിൽ വരുമ്പോൾ ആ സ്നേഹം പലവിധ കൈവഴികളിൽ കൂടി പിരിയും. വാത്സല്യമായിട്ട്, സ്നേഹമായിട്ട്, പലതരത്തിലും അമ്മയ്ക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് അമ്മയുടെ. അദ്വൈതത്തിനെ ആദ്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് പരിശീലിച്ചെടുത്തത് അമ്മയാണ് എന്നാണ് പറയുക. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാന്നാ പറയാ. അമ്മയ്ക്കാണ് അത് മനസ്സിലായി. ഈ അദ്വൈത ഭാവം എന്ന് പറയുന്നത് വെറും ഒരു തിയറി അല്ല, അതിനെ പ്രാക്ടിക്കലായിട്ട് എടുക്കണം എന്ന് കാണിച്ചു തന്നതാണ്. അപ്പോ ഇന്നലെ ഞാൻ പറയണ്ടായി, അമ്മ എന്നുള്ളതിന്റെ എന്താണ് നമുക്ക് ആർക്കും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ആ ഏകാത്മഭാവത്തിനെ നമ്മളെ വളർത്തി എടുക്കും തോറും നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും വരും. ഇപ്പൊ രണ്ടാമത്തെ പിന്നിന് നമ്മൾ കൊടുത്ത ഏതാ അർത്ഥം? സ്വാർത്ഥ താല്പര്യങ്ങളെ കഴിയുന്നതും പ്രവൃത്തി പദത്തിൽ നിന്ന് നീക്കി നിർത്തുക. എനിക്കെന്താ കിട്ടുക, എനിക്കെന്താ ലാഭം, എനിക്കിത് കൊണ്ട് പുരോഗതി ഉണ്ടാവുമോ, എനിക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കുമോ, ആ എനിക്ക് 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 എന്നുള്ള അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ മനസ്സ് കുറച്ചൊക്കെ വികസിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മള് ആ കർമ്മത്തിന്റെ ഭാവത്തിനെ നമ്മള് ത്യാഗഭാവം, നിഷ്കാമകർമ്മം, നിസ്വാർത്ഥം ഒക്കെ പറഞ്ഞു. പിന്നെ അതിനെ സേവനത്തിലേക്ക് ഒക്കെ വളരെ ഇന്റിഗ്രേറ്റഡ് ആണ്. ഒന്നൊന്നിൽ നിന്ന് നമുക്ക് വേർപ്പെടുത്തി പറയാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തേൽ നമ്മള് സേവനത്തിൽ കൂടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനത്തിനെ സേവനമാക്കി മാറ്റിയാല് നമ്മുടെ മനസ്സിൽ നല്ല എളിമ വരും. അതിന് ഉദാഹരണമായിട്ടാണ് ഇന്നലെ നമ്മള് ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തലയില് സമിത്ത് എടുത്തുകൊണ്ട് പോയി ഗുരുവിന്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ചിട്ട് ആണ് ഭിക്ഷ മാതിരി വിദ്യ യാചിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ, ഇതിന്റെയൊക്കെ ഓരോ 1-2% പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിയെടുക്കാൻ സാധിച്ചാല് കുടുംബത്തിലൊക്കെ ഒരുപാട് ശാന്തിയും ഉണ്ടാകും. അപ്പോ പണ്ട് കാലത്തെ കുടുംബങ്ങള് അങ്ങനെയായിരുന്നു. അവർക്ക് ഭേദവ്യത്യാസങ്ങളില്ലായിരുന്നു. അനിയന്റെ മക്കളെന്നോ ചേട്ടന്റെ മക്കളെന്നോ അനിയത്ര അങ്ങനെയല്ല. ഇവരെല്ലാം എന്റെ കുടുംബത്തെ പറഞ്ഞവരല്ലേ. എങ്ങനെയാണോ ധൃതരാഷ്ട്രർക്ക് തന്റെ 100 മക്കളും തന്റെ 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 എന്ന് തോന്നിയിട്ടിരുന്നത്, അതേമാതിരി തന്നെയാണ് എല്ലാവരുടെയും സ്ഥിതി. നമുക്ക് എന്റെ എന്ന് പറയുമ്പോ നമ്മൾ അറിയാതെ തന്നെ മനസ്സിന്റെ ഉള്ളിലെ എന്തോ ചില പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന്റെ, ഒരു ഏകാത്മതയുടെ ഒരു ഭാവം വരികയാണ്. അപ്പൊ ആ ഭാവം എല്ലായിടത്തേക്കും നയിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. ആ വിചാരത്തിൽ നിന്നായിരിക്കണം വസുധൈവ കുടുംബകം എന്നൊക്കെ വന്നത്. അപ്പോ ഈ 3 നമ്മുടെ പ്ലഗിന്റെ ഈ 3 ആണികള്, ഏകാത്മഭാവം, നിഷ്കാമമായിട്ടുള്ള കർമ്മത്തിൽ കൂടിയിട്ടുള്ളത്, പിന്നെ സേവനം, ഇതിനെ 3 നമ്മൾ ഒന്നിച്ച് ചേർക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ വിശ്വകുടുംബമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോ എന്തിനു വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണേന്ന് വെച്ചാല് അപ്പൊ മാത്രമേ വിശ്വകുടുംബത്തിന്റെ സ്വഭാവമാണ് സന്തോഷം, ശാന്തി, സംതൃപ്തി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അണുകുടുംബത്തിന്റെ സ്വഭാവമല്ല. അതിന് നല്ലൊരു ഉദാഹരണം സംപൂജ്യ ചിന്മയാനന്ദ സ്വാമിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്. അദ്ദേഹം എപ്പോഴും പറയും, ഈ വികാസത്തിന് വേണ്ടിയിട്ട് വികസിക്കും തോറും നമ്മളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ചിന്ത, വിചാര വികാര ശകലങ്ങളൊക്കെ വീണ് പോകുന്നത് കാണിക്കാൻ അദ്ദേഹം നല്ല ഒരു ഉപമ, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വികാസത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാല്ലേ പഞ്ഞിക്കായ ഉണ്ട്. ആ ഒരു പഞ്ഞിക്കായ എടുത്തുകൊണ്ട് നമ്മൾ അതിന് പഞ്ഞി എടുക്കാൻ പോവാണ്. അപ്പൊ ആ പഞ്ഞിക്കായ അങ്ങനെ പൊട്ടിച്ചപ്പോ എന്താ കാണുന്നില്ലേ, അതിൽ ആ പഞ്ഞിയുടെ നാരുകളെല്ലാം വളരെ ടൈറ്റായിട്ട്
പ്രകൃതിയുടെ ഒരു പണിയാണേ. അത്രയും സ്ഥലത്തിനുള്ളില് ഈ പഞ്ഞി ഒതുക്കി നിർത്തണ്ടേ. ആ പഞ്ഞി നൂലുകളുണ്ട്, അതിനെ പിടിച്ചു നിർത്തുന്നതായിട്ട് കട്ടിയുള്ള അതിന്റെ ഭാഗങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെതായിട്ടുള്ള വിത്തുകളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളില്, ഫ്രൂട്ടിന്റെ ഉള്ളില്. അപ്പോ അതിനെ ഒന്നങ്ങോട്ട് നമ്മൾ വിടർത്തുമ്പോഴത്തേക്കും തന്നെ അതിൽ നിന്ന് കുറെ വിത്തുകള് താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും. ആ കട്ടിയുള്ള ഭാഗങ്ങള് വീഴാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ ആ പഞ്ഞിയൊക്കെ ഇങ്ങനെ എടുക്കും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ട് കൂടി ഉണ്ടാവില്ലേ. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പഞ്ഞിക്കായും പഞ്ഞിമരവും അതിൽ നിന്നുണ്ടാക്കുന്ന കിടക്കുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഡൺലപ്പും എംഫോമും മറ്റും മറിച്ചതായ കാരണം കുട്ടികൾക്ക് പഞ്ഞി എന്താണെന്നോ പഞ്ഞിക്കിടക്ക എന്താണെന്നോ ഒന്നും അറിയില്ല. നമ്മള് രാജാക്കന്മാരെയൊക്കെ പറ്റി പറയുന്നത് ഹംസധൂളികാമെത്താന്നൊക്കെയാണ് നമ്മൾ പറയുക. അതൊക്കെ പോട്ടെ, നമുക്ക് പഞ്ഞിക്കിടക്കളായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നല്ല ഒന്നാന്തരം പഞ്ഞിക്കിടക്ക. എത്ര ഉറക്കം വരാത്ത ആൾക്കും അതിലൊന്ന് കിടന്നുറങ്ങാൻ തോന്നും. അത്ര സുഖമായിട്ടുള്ള കിടക്കകളായിരുന്നു. ഇപ്പോഴത്തെ മാതിരി വെറ്റിപ്പുറൽ കോളറങ്ങാൻ പാടില്ല, കൈ ഇറങ്ങാൻ പാടില്ല, കാലിറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ളത് ഒന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് നമ്മളൊക്കെ ഉറങ്ങാൻ ശീലിച്ചിരുന്നു. അപ്പോ ഈ പഞ്ഞിക്കായുടെ ഉള്ളിൽ നിന്ന് പഞ്ഞി എടുക്കണം. അപ്പൊ കുറെ കൈ കൊണ്ടൊക്കെ വലിച്ചൊക്കെ എടുത്തു, എല്ലാം കൂട്ടി. പക്ഷെ എന്നാലും അത് വൃത്തിയായില്ല. കുറച്ച് വികാസം സംഭവിച്ചു. ആ പഞ്ഞിയുടെ ഇത്രയും ചെറിയ പഞ്ഞിക്കായുടെ ഉള്ളിൽ ഇരുന്നത് ഇപ്പൊ ഒരു കൊട്ടയിലായി, ഒരു ഇതിലേക്കായി. പക്ഷെ എന്നാലും വൃത്തിയായിട്ടില്ല. അതിൽ നിന്ന് പിന്നെ ആ കുരുക്കളെയൊക്കെ എടുത്തു മാറ്റി, ആ കട്ടിയുള്ള ഭാഗങ്ങളെയൊക്കെ, കുരുക്കളെ ഒട്ടിയിരിക്കുന്നതായിട്ടുള്ള കട്ടിയുള്ള ഭാഗങ്ങളുണ്ട്, അതിനെയൊക്കെ എടുത്തു മാറ്റി സോഫ്റ്റായി പഞ്ഞി. എന്നാലും ആയില്ല. അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം ഒരു വില്ലും കൊണ്ടൊരാൾ വരും. പഞ്ഞി നേരെയാക്കുന്നതായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ അവരൊന്നും കാണാനില്ല, അവർക്കൊന്നും അറിയുണ്ടാവില്ല. ഒരു തരം വില്ലുമാതിരി ഒരു സാധനം ഉണ്ടാവും അവരുടെ കയ്യിൽ. അതിൽ വെച്ചിട്ട് ഈ പഞ്ഞി ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ എന്താണെന്നറിയോ, മൃദുലമായിട്ട് ഒറ്റ നാരുകളായിട്ട് ഈ പഞ്ഞി ഇങ്ങനെ വരും. അപ്പൊ ആ പഞ്ഞിയില് ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല, കരടുകളൊന്നും ഉണ്ടാവില്ല, ഒരു കുരു ഉണ്ടാവില്ല, ആ കട്ടിയില്ല പഞ്ഞിയുടെ ഭാഗം ഒന്നും ഉണ്ടാവില്ല. അത്യധികം മൃദുലമായിട്ട് പാല് മാതിരി ഇങ്ങനെ വരും ആ കഞ്ഞി. ആ പഞ്ഞി ആ പഞ്ഞിയാണ് നമ്മള് കിടക്കയിലും തലയണയിലൊക്കെ ഇടാറുള്ളത്. അത് ഏകദേശം ആ സീസൺ വരുമ്പോ പഞ്ഞിക്കായ മേടിക്കുക, അത് കുടുംബങ്ങളിലത്തെ ഒരു പണിയായിരുന്നു. പഞ്ഞി മേടിക്കലും പഞ്ഞിക്കായ മേടിക്കലും പഞ്ഞി നന്നാക്കലും പഞ്ഞി നിറയ്ക്കലും കിടക്ക തുന്നലും ഒക്കെ. എന്ന് വെച്ചാൽ ഓരോ കൊല്ലം 1-2 മെമ്പേഴ്സ് ഇങ്ങനെ കൂടുതൽ വരുമല്ലോ. അപ്പൊ അവർക്കുള്ള കിടക്ക ഉണ്ടാക്കണം, തലയണി ഉണ്ടാക്കണം. അപ്പോ ഈ പഞ്ഞിക്കായം കൊണ്ട് ആൾക്കാർ വരും. അപ്പൊ അതിനെ നമ്മൾ മേടിക്കും, പഞ്ഞി ശരി. അപ്പോ വികാസത്തോടു കൂടി അതിനെന്ത് സംഭവിക്കുന്നു, അതിലുള്ള അശുദ്ധികളെല്ലാം താഴെ പോകും. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോ വികാസത്തിൽ കൂടി വിവേകാനന്ദ സ്വാമി അതാണ് ഉറപ്പിച്ച് പറഞ്ഞത്, വികാസമാണ് ജീവിതം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ടോപ്പിക് എടുക്കാൻ കാരണം. വികാസമാണ് ജീവിതം. എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. അതുകൊണ്ട് എവിടെയൊക്കെ നമുക്ക് അവസരം കിട്ടുമോ വികസിക്കാൻ പഠിക്കണം. എന്നൊരു മുട്ടുസൂചിക്കാരന്റെ കഥ പറയണ്ടായി. അയാൾക്ക് കടന്നു പോയാൽ മതിയായിരുന്നു. പക്ഷെ അയാൾക്കല്ല അതാ തോന്നിയത്. അയാൾക്ക് തോന്നിയത് ഇവിടെ കിടന്നാൽ മറ്റൊരാളെ ഉപദ്രവമാവില്ല അയാൾക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചു. അതുകൊണ്ട് അയാൾ വികസിച്ചു. അപ്പോ എവിടെയൊക്കെ നമുക്ക് വികസിക്കാൻ, ഇനി ഞാനൊരു ഫോർമുല തന്നു, ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള മഹാമന്ത്രത്തിൽ കൂടി. അപ്പോ അങ്ങനെ വികസിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ശരീരത്തിലെ എങ്ങനെ വികസിപ്പിക്കുക? ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ല, നല്ല ഇതൊക്കെ മേടിച്ച് തിന്ന്, കണിക്കണ്ട ഇതൊക്കെ മേടിച്ച് തിന്നാലോ ഇഷ്ടം മാതിരി, അതൊക്കെ മേടിച്ച് തിന്ന് ശരീരത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കാം, നമുക്ക് വികസിപ്പിക്കാം. സുഖക്കേടുകളും വരും, അത്രേ ഉള്ളൂ അല്ലേ. ശരീരത്തിനെ വികസിപ്പിക്കുന്നത് എങ്ങനെയാ? അതിന് നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട് നമ്മുടെ മഹർഷിമാര്. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ശരീരത്തിനെ ഉപയോഗിക്കേണ്ടത് ധർമ്മസാധനമായിട്ടാണ്. ധർമ്മത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, സേവനത്തിൽ കൂടിയോ എങ്ങനെയെങ്കിലുമൊക്കെ ധർമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ശരീരത്തിന്റെ ലെവലില് വികാസം സംഭവിക്കാൻ നമ്മൾ ഒരുപാട് പ്രയത്നങ്ങള്, നമ്മുടെ പ്രയത്നങ്ങള്, സേവനങ്ങള് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നിമിഷം പോലും ശരീരത്തിന് നമ്മൾ ഒരു ആലസ്യഭാവം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. മനസ്സിനെ എങ്ങനെ വികസിപ്പിക്കുക? അവിടെയാണ് നമ്മുടെ ഈ നോയൽ പറഞ്ഞ ഏകാത്മഭാവം. സ്നേഹത്തിൽ കൂടെയാണ് മനസ്സിനെ ഏറ്റവും വികസിപ്പിക്കാൻ പറ്റുന്നത്.
സ്നേഹിക്കാൻ കഴിയുക. ഒരമ്മ മക്കളെ സ്നേഹിക്കുന്നു, അച്ഛൻ കുടുംബത്തിനെ സ്നേഹിക്കുന്നു, കാരണവർ തന്റെ കുടുംബത്തിനെ മുഴുവൻ സ്നേഹിക്കുന്നു. സാക്ഷാൽ പരമേശ്വരി, ലോകമാതാവ്, വസുധൈവ കുടുംബകം, ഈ ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവനും ജനനിയാണ്. ബ്രഹ്മാണ്ട ജനനി എന്നാണ് അമ്മയുടെ പേര്, അല്ലേ? വാക്കർത്തവ്യോ സംപൃക്തവോ വാക്കർത്ത പ്രതിപത്തേ ജഗതപിതരവ് വന്ദേ പാർവതി പരമേശ്വരം. അവരുടെ കുടുംബം ഇത് മുഴുവനുമാണ്. അപ്പോ സ്നേഹത്തിൽ കൂടി, ഏകാത്മഭാവത്തിൽ കൂടി മനസ്സിനെ ഇങ്ങനെ വികസിപ്പിച്ചു വരുമ്പോൾ എൻ്റെ, നിന്റെ, തൻ്റെ എന്നുള്ള ഭാവം കൂടാതെ നമ്മുടെ എല്ലാം നമ്മുടേതായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ മൂന്നാമത്തെ പ്ലഗ് പോയിന്റ് എന്താ വേണ്ടത്? ഇന്റലക്ച്വൽ ലെവലില്, ഇപ്പോ ശാരീരികമായ തലത്തില്, മാനസികമായ തലത്തില്, നീ ബുദ്ധിപരമായ തലത്തിൽ എങ്ങനെ വികസിക്കുക? അതിലൊരേ ഒരു വഴിയേ ഉള്ളൂ. അതാണ് നമ്മളെ പൂർവികര് കണ്ടെത്തിയത്, അറിവ്. നല്ലതായിട്ടുള്ള, പ്രത്യേകിച്ചും സത്യത്തിനെ കുറിച്ചുള്ള ആ അറിവ്, ബോധം. അതുകൊണ്ടാണ് ബുദ്ധിയെ നിങ്ങൾക്ക് നല്ല പോലെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുക. ആ ഏകാത്മഭാവത്തിലേക്ക് ബുദ്ധിയെ ഉണർത്തുക, ഏകം സത് എന്നുള്ള ഭാവത്തിലേക്ക് ഉണർത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പരമാത്മ സ്വരൂപത്തിന്റെ ഭാവങ്ങളാണ് നമ്മള് എന്നുള്ള ഭാവം വരുന്തോറും നമുക്ക് വികസിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെയാണ് ഭഗവാൻ ഈ വികാസത്തിന്റെ മന്ത്രത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കുടുംബം എവിടെ? കുടുംബത്തിനെ പറ്റി സംസാരിക്കും. കുടുംബമാണല്ലോ ഇത്. ഏതൊരു കുടുംബത്തിലും, ഏതൊരു സ്ഥാപനത്തിലും ഓരോ വ്യക്തിക്കും സ്വയം നന്നാവാനും ഉയരാനും എല്ലാവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും ഒക്കെയുള്ള നല്ല പണി ഏതാണ്? സ്വയം നന്നാക്കി എടുക്കല്. ഇനി അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണും, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഭഗവാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വയം നന്നാക്കി എടുക്കാനായിട്ടുള്ള. അപ്പോ ആ നന്നാക്കി എടുക്കുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഭഗവാൻ എന്തിനാ സത്യത്തെ പറ്റി സംസാരിക്കണേ, പരമാത്മാവിനെ പറ്റി സംസാരിക്കണേ വെച്ചാൽ ഇന്റലക്ച്വൽ ലെവലില് അതാണ് വികസിക്കാനുള്ള മാർഗം. കണ്ണിക്കണ്ട അതിനെ പറ്റി പഠിച്ച്, ഇതിനെ പഠിച്ച് സയൻസ് പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, അതുകൊണ്ടൊന്നും മനുഷ്യൻ നന്നാവണില്ല. നമ്മൾ എത്ര വലിയ സയന്റിസ്റ്റിനെയൊക്കെ കാണുന്നു അല്ലേ, ചിലപ്പോൾ അവരുടെ ഫാമിലി ലൈഫൊക്കെ വളരെ സങ്കടകരമായിരിക്കും. ഒരു 10 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടാവും, കുറെ പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടാവും, കുട്ടികൾക്ക് ആരാ അച്ഛൻ തന്നെ അറിയില്ല. അങ്ങനെയാണ്. ക്യാരക്ടറും ഇതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല അവരുടെ അറിവുമായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അറിവ് എന്ന് പറയുന്നതോടുകൂടി നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡിങ് നടക്കും. എല്ലാം നടക്കും. എല്ലാത്തിനെയും ഒന്നാക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്. അതാണ് ഭാരതീയ തത്വചിന്തയുടെ ഒരു മഹത്വം അല്ലെങ്കിൽ ഒരു വിശേഷം. ഇവിടെ അറിവിൽ കൂടി നിങ്ങൾ ഒറ്റപ്പെടുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ അറിവിൽ കൂടി വികസിച്ച് എല്ലാത്തിനെയും സ്വന്തമാക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അർജുനനിലുള്ള മമതയെ ഏകദേശം ഭഗവാൻ കഴിഞ്ഞു, എങ്ങനെയോ കളഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ വേറൊരു മുള്ള അവന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അർജുനന്റെ കയ്യിൽ നിന്ന് ആ മുള്ളെടുത്ത് മാറ്റണം. അപ്പൊ മുള്ളുകൊണ്ട് മുള്ളെടുത്ത് മാറ്റാന്ന് ശ്രീരാമകൃഷ്ണൻ എപ്പോഴും പറയും. ഒരു മുള്ളുകൊണ്ട് മാത്രമേ ഒരു മുള്ളെടുത്ത് മാറ്റാൻ സാധിക്കുള്ളൂ, ഇല്ലേ? ഒരു സൂചി എടുക്കണം, അല്ലെങ്കിൽ ഒരു മുള്ളെടുക്കണം, എന്നാലേ നമുക്ക് ആ മുള്ളിനെ എടുത്തുകളയാം. അർജുനന്റെ ഉള്ളിലിരിക്കുന്ന മുള്ളുണ്ട്, ഞാൻ എന്നുള്ള ഭാവം. ആ ഞാൻ എന്നുള്ള ഭാവം എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് വികസിക്കാനായിട്ട് സാധിക്കുള്ളൂ. തോടിന്റെ ഉള്ളിലിരിക്കും പഞ്ഞിയെ വികസിപ്പിക്കാൻ സാധിക്കില്ല. പഞ്ഞി വികസിക്കണമെന്നുണ്ടെങ്കിൽ ആ തോട് എടുത്ത് മാറ്റണം. അതുകൊണ്ട് ആ അഹം എന്നുള്ള തോടിനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ കർമ്മയോഗത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. എന്താ വെച്ചാല് കർമ്മയോഗത്തിൽ കൂടി കുറെ നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും. ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള കുറെ നമ്മുടെ ഈ ടെൻഡൻസികൾ എടുത്ത് മാറ്റാനായിട്ട് കഴിയും. അങ്ങനെ ഭഗവാൻ പതുക്കെ പിന്നെ പതുക്കെ പറ്റുള്ളൂ. എന്താ വെച്ചാലേ പെട്ടെന്നൊരു അടിയൊക്കെ അടിച്ചു കഴിഞ്ഞു വെച്ചാൽ അർജുനൻ പറഞ്ഞു, കൃഷ്ണന്റെ പാട്ടിന് പോയി ഞാൻ പോടും, എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞാലോ. അപ്പോ അർജുനന്റെ മനസ്സിന് ഒരു തരത്തിലും വേദന ഇല്ലാതെ പതുക്കെ ആ തെറ്റായിട്ടുള്ള ഭാവനകളെ എടുത്തു മാറ്റി അവിടെ നല്ലതായിട്ടുള്ള ഭാവനകളെ വെച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒരു തരത്തിൽ ഭഗവാൻ പറയണ്ടായില്ലേ, യദ്യത ആചരതി ശ്രേഷ്ഠ,
അർജുനനെ അനുകരിക്കാൻ പറ്റിയ ഒരാളാണ് മുമ്പിലിരിക്കുന്ന ആളെ. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അർജുനൻ ആരായിട്ടായിരിക്കും കമ്പയർ ചെയ്യാ? എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇവിടെ, എപ്പോഴും ഭഗവാനായിട്ടായിരിക്കും അർജുനന്റെ കമ്പാരിസൺ. അതുകൊണ്ട് ഒരു തെറ്റും അർജുനന് വരാൻ വഴിയില്ല. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സന്യാസം എന്ന് പറയുന്നത് കൊണ്ട് എല്ലാം വിട്ടിട്ട് പോയി അവിടെ ഇവിടെ ഇരിക്കുക എന്നുള്ളത് കൊണ്ടല്ല. സന്യാസമായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ഒരു കീ സ്റ്റോൺ എന്ന് പറയാം, അടിസ്ഥാനമായിട്ട്. അത് ഒരു നിസ്സംഗത്വം. ശങ്കരാചാര്യ സ്വാമിയുടെ പറയണേ സത്സംഗത്വേ നിസ്സംഗ നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോ ആ സന്യാസം എന്നുള്ളത് കൊണ്ട് സമ്യക്കാകും വണ്ണം ഉള്ള ത്യാഗം. സമ്യക്ക് ഒരു തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. സന്യാസി ആയതുകൊണ്ട് ഒരു സന്യാസി ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല. വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് ആരോഗ്യ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, സന്യാസിയാണ് ഞാൻ, എൻ്റെ മനസ്സിൽ ഒരാൾക്കും ഒരു തരത്തിലുള്ള ദോഷം ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അർജുനന്റെ മനസ്സിലും പതുക്കെ പതുക്കെ എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള അറിവ് കൊടുക്കുകയാണ്. ഉപേക്ഷിക്കേണ്ടത് തെറ്റായിട്ടുള്ള ചിന്തകളെ, തെറ്റായിട്ടുള്ള വിചാരങ്ങളെ, പ്രവർത്തന രീതികളെയൊക്കെയാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ അല്ല പറയുന്നത്, നീ അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമേ. ഭഗവാൻ ഇവിടെ ഒന്നാന്തരം ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. എന്താ ആ പദത്തിന്റെ ഒരു ഘനം എന്നറിയാമോ? 7ാമത്തെ ശ്ലോകമാകുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോ എനിക്കിങ്ങനെ അർജുനനെ പറ്റി പെട്ടെന്നൊരു ലിഫ്റ്റ് വെച്ച് അർജുനന്റെ മനസ്സിനെ കയറ്റുകയാണ്. ഇതൊക്കെ വഴിയെക്കൂടെയൊക്കെ പോകുന്നതിന് പകരം നല്ലൊരു ലിഫ്റ്റില് ഒരു 10-30ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലിഫ്റ്റ് 3 മിനിറ്റ് കൊണ്ട് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, അതേമാതിരി ഒരു വാക്കാണ് ഭഗവാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്കാന്നറിയാമോ? യോഗയുക്തോ വിശുദ്ധാത്മാ വിചിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ. എന്താ ആ വാക്കിന്റെ ഒരു ഗംഭീരം എന്നറിയോ? എല്ലാ ഇതിലും നമ്മുടെ വള്ളത്തോട് പാടിയില്ലേ, എന്താ കുടുംബകം, പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്ന് പാടിയില്ലേ? ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. എന്തൊരു മഹത്തായിരിക്കുന്ന ഒരു ചിന്തയാണ്. ആ ഒരു ചിന്തയിലേക്കാണ് ഭഗവാൻ ഈ ഒരൊറ്റ വാക്കോണ്ട് അർജുനനെ അങ്ങോട്ട് സ്തംഭിപ്പിച്ച് കളയുക. ആരെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? സർവഭൂതാത്മഭൂതാത്മ. എന്താ കാരണം? എല്ലാ ഭൂതങ്ങളിലും ഇരിക്കുന്ന ആള് ഞാനാണ്. നമ്മള് കപിലവാസുദേവന്റെ കഥ ഇതിനു മുമ്പിലത്തെ നമ്മുടെ ഇതിൽ പറയുകയുണ്ടായി തോന്നുന്നുണ്ട്. അതോ കാഷ്വലായിട്ട് പറഞ്ഞല്ലോ തോന്നുന്നുണ്ട്. ഇതിനെയാണ് ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതാരം ചെയ്ത ഭഗവാൻ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. മകനായിട്ടുള്ള ഞാൻ പോണു എന്ന് പറയുമ്പോൾ അമ്മ വിഷമിക്കണ്ട, ഈ ഞാൻ എന്നെ ആത്മസ്വരൂപത്തിൽ നമ്മ കാണൂ, എന്നെ ഒരു ലൈറ്റായിട്ട് അമ്മയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ ലൈറ്റ് തന്നെയാണ് എല്ലാ ദിക്കിലും ഉള്ളത്. ചില നമ്മുടെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ബൾബുകളൊക്കെ ഇങ്ങനെ തൂക്കിയിടും. ആ ബൾബുകൾ ഓരോന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിനെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ആ കറുത്ത വയറ് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ ലൈറ്റ്സ് സ്റ്റാർസിനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവയൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ വയറ്, അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാത്തിലും ആ വെളിച്ചം തരുന്നുണ്ട്, പക്ഷെ ആ വയറ് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് സർവഭൂതാത്മഭൂതാത്മാ, മഹത്തായിട്ടുള്ളൊരു പ്രയോഗമാണ്. കപിലവാസുദേവൻ പറയുന്നത് എന്താണ്? അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയ അഭിന്ന ചക്ഷുഷ. യു ഹാവ് നോ റൈറ്റ് ടു മിസ്ട്രീറ്റ് എനിബഡി. ഭഗവാൻ അങ്ങനെയാ പറയുന്നത്. അർജുന അത് മനസ്സിലാക്കിക്കോ. ഒരാളെ നമുക്ക് തെറ്റായിട്ട് ഒരാളോട് പെരുമാറാൻ നിനക്ക് അധികാരമില്ല. കാരണം സർവഭൂതാത്മഭൂതാത്മ, എല്ലാ ഭൂതങ്ങളിലും ഞാൻ തന്നെയായിരിക്കുന്നത്. നീ എന്നെയാണ്, നീ ഒരാളെ ചീത്ത പറയാണോ? പുറത്തോളൂ, എന്നെയാണ് നീ ചീത്ത പറഞ്ഞത്.
നീ ഒരാൾക്ക് നന്മ ചെയ്തോ, എനിക്കാണ് നന്മ ചെയ്തത്. അതുകൊണ്ട് ഈ ഭൂതാത്മ എന്നുള്ളതുണ്ടല്ലോ, അത് നമ്മളൊക്കെ കാണാപ്പാടാക്കണം. നിങ്ങൾക്കുള്ള ഒരു പിക്കപ്പ്, ഒരു പ്രത്യേകമായിട്ടുള്ള ജെമ്മാണത്. യോഗയുക്തോ, നമ്മൾ യോഗം പഠിക്കുന്നുണ്ട്, യോഗ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കണം നമ്മൾ യോഗാരൂഢന്മാരായി എന്നുള്ളതാണ്. യോഗയുക്തോ, അതോടുകൂടി എന്ത് കിട്ടണം? വിശുദ്ധാത്മാ. നിങ്ങളുടെ ആത്മാവിന്റെ ലെവലിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കണം. ആത്മാവിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതോടുകൂടി ഇപ്പൊ ശമദമ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അഷ്ടാംഗ യോഗത്തില്. വിജിതേന്ദ്രിയ, നമുക്ക് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിട്ടുണ്ടാവണം. അപ്പൊ എന്ത് സംഭവിക്കും? പെട്ടെന്ന് സൂര്യ കോടി സഹസ്രസ്യ എന്നൊക്കെ പറഞ്ഞു വരില്ലേ, മനസ്സിന്റെ ഉള്ളില് പ്രത്യേകമായിട്ടുള്ളൊരു വെളിച്ചം വരികയാണ്. ആ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നു നമ്മളെ തന്നെ. ഒരാളെ നോക്കുന്ന സമയത്ത് അവരിൽ നമ്മൾക്ക് നമ്മളെ തന്നെ കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോ സ്നേഹം, ആദരവ്, മൈത്രി, അതിനൊക്കെ ഒരു പുതിയൊരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഇത് നമ്മള് വരെ അറിഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള ഒരു മാനം, ഒരു ഡയമെൻഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്നേഹം ചെയ്യുന്നത്, ഇപ്പൊ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സ്നേഹത്തിന്റെ പിന്നില്. അതല്ല അർജുന, സ്നേഹം എന്ന് പറയുന്നത് ഈ ആത്മാവും ആ ആത്മാവും ഒന്ന് തന്നെയാണ്. ഈ ഘടിക്കുന്നതായിട്ടുള്ള കറുത്ത നൂലോ അല്ലെങ്കിൽ ആ വയറോ ഇത് നിനക്ക് കാണാൻ സാധിക്കില്ല. സൂത്രേ മണികണ ഇവ, ഞാൻ പറഞ്ഞു തരാം എന്റെ സമയം വരുമ്പോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഈ ആ ഘടന എപ്പോഴും, അതുകൊണ്ട് നീ ഒരു ലൈറ്റ് പോയി, ഒരു ലൈറ്റിന്റെ ഫ്യൂസ് പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാം ഒന്നിച്ച് പോയി എന്ന് വരും. എന്താ വെച്ചാൽ അവിടെ ഒരു ഫ്യൂസ് പോയി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇതിനെ നിലനിർത്തുന്നതായിരിക്കണം. ഈ സർവഭൂതാത്മഭാവം ഉണ്ടല്ലോ, അതിനെ നിലനിർത്തുന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തികള് എന്ന് അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും ഭഗവാൻ, ഇപ്പൊ നമ്മുടെ വിചാരം അതൊക്കെ ശരി, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തികളിലാണ് ഞാൻ ദാനം കൊടുക്കുന്നതില് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന അതിലൊക്കെ ആയിരിക്കുമല്ലേ ഇങ്ങനെ കൊണ്ടുവരണ്ടേ? അപ്പൊ ഭഗവാന്റെ മനസ്സിൽ തോന്നി, അർജുനന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ കിടക്കുന്നുണ്ട്. ഏത് പ്രവൃത്തിയിലാണ് എന്നെ കൊണ്ടുവരേണ്ടത്, ഏത് പ്രവൃത്തിയിലാണ് ഞാനില്ലാത്തതെന്ന്. അതിനെ അങ്ങോട്ട് മനസ്സിലായതോടുകൂടി ഭഗവാൻ ഉടനെ വരികയാണ്. നൈവ കിഞ്ചിത് കരോമീതി, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള ഭാവമേ നിനക്ക് വേണ്ട. എന്തൊക്കെയാ ഭഗവാൻ കാണിച്ചു കൊടുക്കണേ അറിയോ? നീ പശ്യൻ, നീ എന്തിനെങ്കിലുമൊക്കെ കാണുന്നുണ്ടാ നിന്റെ കണ്ണുകൊണ്ട്. ശൃണ്വൻ, ചെവി കൊണ്ട് നീ എന്തെല്ലാം കേൾക്കുന്നു. സ്പൃശൻ, തൊടുക, സ്പർശം എവിടെയെല്ലാം നടക്കുന്നു തൊക്കുകൊണ്ട്. ജിഘ്രൻ, വാസനിച്ചു നോക്കുന്നു, വാസനകള് മൂക്കുകൊണ്ട്. അശ്നൻ, തിന്നുക, സ്വാദനുഭവിക്കുക. അങ്ങനെ നമ്മുടെ ഈ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങളെല്ലാം എവിടെയാണ് അതിന്റെ പിന്നിൽ ആരാണ് ആലോചിച്ചു നോക്കിക്കോളൂ. ഇനി മാത്രമല്ല, പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്ക് ഈ അറിവ് തരുന്നതായിട്ടുള്ള ഇവ. ഇവയാണ് നമ്മുടെ പഞ്ച കർമ്മേന്ദ്രിയങ്ങള്. പ്രലപൻ, സംസാരിച്ചുകൊണ്ടേയിരിക്കും നമ്മള്. ഗൃണ്ണൻ, പിടിക്കുക പാണി കൊണ്ട്. ഗച്ഛൻ, നടക്കുക പാദം കൊണ്ട്. വിസൃജൻ, മലമൂത്രാദി വിസർജനങ്ങള്. ശ്വസൻ, ശ്വാസോച്ഛ്വാസം. ഉന്മിഷൻ, നിമിഷൻ, കണ്ണടയ്ക്കുക തുറയ്ക്കുക മുതലായത്. സുപൻ, ഉറക്കം. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും പിന്നില് ആരാണെന്ന് ഓർത്തു നോക്കൂ അർജുന. ഞാൻ തന്നെയാണ്. ഞാൻ തരുന്ന ശക്തി കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അത് എപ്പോഴും ആ ബോധം വെച്ചുകൊണ്ട് നീയെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് വരുമ്പോ മനസ്സിലായി, വാസ്തവത്തില് ഭഗവാൻ അല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ തരുന്ന ശക്തി കൊണ്ടാണ് എൻ്റെ ഈ ജീവിതം നടക്കുന്നത് എന്നുള്ളൊരു ബോധം വരുന്തോറും എന്തെന്നില്ലാത്തൊരു എളിമ മനസ്സിന് വരും. മറ്റുള്ളവരിൽ നല്ലത് കാണുമ്പോൾ അതിലുള്ള ഒരു ബഹുമാനം നമുക്ക് വരും. മൈത്രിയ അർഹയേ അഭിന്ന ചക്ഷുഷ എന്നൊക്കെ പറയില്ലേ, എൻ്റെ പിന്നില് ഇതാണ്. ഇവരുടെ എല്ലാം കാണുന്ന ശക്തിയും എന്നിലുള്ള ശക്തിയും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം വരുന്തോറും മനസ്സും ബുദ്ധിയും എല്ലാം പതുക്കെ ഈശ്വരനിലേക്ക് തന്നെ, ആ സത്യത്തിലേക്ക് തന്നെ പ്രവഹിക്കാനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അർജുനന്റെ മനസ്സിനെ വികസിപ്പിച്ചെടുക്കാണ് നമുക്കും സാധിച്ചെടുക്കേണ്ടത്. ഇതിപ്പോ എത്രയോ 5000 വർഷത്തിലധികം മുമ്പ് യുദ്ധക്കളത്തിൽ നിന്ന് അർജുനനോട് പറഞ്ഞതാണ്. അത് ഇന്നും നമുക്ക്
പ്രാവർത്തികമാക്കാനുള്ള കഴിവ് അതിനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ്, സനാതനമായിട്ടുള്ള ധർമ്മങ്ങളാണ് അതെല്ലാം. നമുക്കിത് മുഴുവനും ഒരേമാതിരി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിച്ചു, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. അങ്ങനെ കുറച്ചെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ശരി, എൻ്റെ കണ്ണുകൊണ്ട്. അതിനാണ് നമ്മുടെ മഹർഷിമാര് എന്തുമാതിരി കാരുണ്യം വർഷിക്കുന്നവരായിരുന്നു. അവര് നമുക്കൊക്കെ ഈ എന്താ പറയണ്ടേ, പൂജാസ്ത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ശിവമാനസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്തോത്രങ്ങളിൽ കൂടി പറയുന്നുണ്ട്. വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. ആത്മാ ത്വം ഗിരിജാമതി സഹചര പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗരോ യദ്യത് കർമ്മകരോമി തത്തഖിലം ശംഭോ തവാരാധനം. ഒരു പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അങ്ങ് തന്നെയാണ്, എൻ്റെ ആത്മാവ് അങ്ങ് തന്നെയാണെന്ന് അറിയുന്നു, എൻ്റെ ബുദ്ധി സാക്ഷാൽ ഗിരിജ ആണെന്ന് ഞാൻ അറിയുന്നു, എൻ്റെ കൂട്ടുകാരായിട്ട് നിൽക്കുന്നത് മുഴുവൻ ഭഗവാന്റെ പാർഷദന്മാരാണെന്ന് അറിയുന്നു, ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവിടേക്കുള്ള പൂജയായി തീരട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനകളുണ്ട് ഒരുപാട്. അത് എന്തുകൊണ്ടാ? വാസ്തവത്തില് ഈ ശ്ലോകത്തിന്റെ ഉള്ള അർത്ഥത്തിനെ അത് പൂജാരൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാണുന്നതും നമ്മൾ പൂ പറിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ഒരു തമാശ എവിടെ വായിക്കേണ്ടായി. കുറേ വലിയ സയന്റിസ്റ്റൊക്കെ കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇത്രേ ഭഗവാനെ ഞങ്ങളെ മനുഷ്യനുണ്ടാക്കാനായിട്ട് പഠിച്ചു. വളരെ നല്ല കാര്യം, ഉണ്ടാക്കിക്കോളൂ കാണട്ടെ എന്ന് പറഞ്ഞ് അവര് വേഗം ടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മറ്റതൊക്കെ ഉപയോഗിച്ചിട്ട് വേഗം ഒരു മനുഷ്യനെ ഉണ്ടാക്കി. വേഗം ഭഗവാന്റെ മുമ്പിൽ കൊണ്ടു അവസ്ഥയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാ അത് ഉണ്ടാക്കിയത്? ഞങ്ങൾ മണ്ണുണ്ട്. അല്ല, അപ്പൊ ഈ മണ്ണ് നിങ്ങൾക്ക് ആരാ തന്നെ? മണ്ണ് ആരാ തന്നെ? ഇപ്പൊ സ്വർണം കൊണ്ട് ഉണ്ടാക്കി വിചാരിച്ചു. സ്വർണം നിങ്ങൾക്ക് ആരാ തന്നെ? ജലം കൊണ്ട് ഉണ്ടാക്കി വിചാരിച്ചു. ജലം നിങ്ങൾക്ക് ആരാ തന്നെ? അവര് പറഞ്ഞു, നമസ്കാരം, തെറ്റുപറ്റി, ഇനി ഞങ്ങള് ഈ പണിക്ക് പോവില്ല. നമ്മളൊക്കെ അതാ ചെയ്യുന്നതേ. ഞാൻ ഉണ്ടാക്കിയ സ്വത്താണ്. കാരണം അവര് പറയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ സ്വത്താ, ഞാൻ എന്തിനാ എന്റെ മരുമക്കൾക്ക് കൊടുക്കണം, എന്റെ മക്കൾക്കുള്ളതാണ് ഈ സ്വത്ത്. പോയില്ലേ കാര്യം? ഞാൻ ഉണ്ടാക്കി. സ്പർശൻ ഓരോ പ്രവൃത്തിയുടെ പിന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഉണ്ടാക്കുന്നത്? സ്വത്ത് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആർക്കാണ് നമ്മൾ പങ്കുവെക്കേണ്ടത്? ഇതൊക്കെ ഓർത്തു നോക്കിയാലുണ്ടല്ലോ മനസ്സിനെ എന്തെന്നില്ലാത്ത ധ്യാനത്തിൽ കൂടി നമുക്ക് വികസിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സമുദ്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ആകാശത്തിനെ നോക്കുമ്പോൾ ഒക്കെ മനസ്സ് വികസിക്കുന്നത് എന്താണെന്നറിയോ? അപാരത കാണുകയാണ് നമ്മള്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത മാതിരിയുള്ള അപാരമായിട്ടുള്ള ശക്തിയാണ് നമ്മളിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല. എത്ര വലിയതായിട്ടുള്ള ഒരു ഡൈനാമോ ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. മെയിൻ സ്വിച്ചിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ ഈ ചെറിയ സ്വിച്ച് അതിനോട് ഘടിപ്പിക്കും തോറും കണ്ണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, ചെവി കേൾക്കാൻ തുടങ്ങുന്നു, നാവ് വിളിക്കാൻ തുടങ്ങുന്നു, സ്പർശിക്കാൻ, എല്ലാം പ്രവർത്തനശീലായി. പിടിയങ്ങോ വിടുന്നേരം വീഴുന്നതും കാണാം. പണ്ട് കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന ഒരു ഈ പാവക്കളിയില്ലേ, കാലിളക്കും കൈയിളക്കും ചരടങ്ങോ വിടുന്നേരം ചത്തു വീഴുന്നതും കാണാം. അതല്ലേ ആ ചരട്? അത് ഭഗവാന്റെ കയ്യിലല്ലേ, ആത്മസ്വരൂപമായിട്ട് നമ്മളെ കാത്തുരക്ഷിക്കുന്നതായിട്ടുള്ള. അപ്പൊ അങ്ങനെ വരുമ്പോ എളിമ വരും. അങ്ങനെ എളിമ വന്നു കഴിഞ്ഞാല് നമ്മുടെ പ്രവൃത്തികളെല്ലാം ായിട്ട് മാറും. പ്രവൃത്തിയല്ല പിന്നെ അത്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കലൊരു സേവനമാണ്. ഞാൻ ഡോക്ടറാണോ? ഞാൻ ഡോക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. ഞാൻ നേഴ്സാണ്, ഞാൻ നേഴ്സായിട്ട് സേവനം ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും നമ്മള് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് മാറ്റി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേഴ്സായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് എത്ര പേർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചു അല്ലേ? അവരൊക്കെ ദൈവതുല്യന്മാരാണ്. എന്താ അവര് എനിക്ക് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാതെ അവര് സേവനത്തിൽ ഏർപ്പെട്ടു. അപ്പോ ഇങ്ങനെയുള്ള ചിന്തകൾ വരും തോറും
നമ്മുടെ മനസ്സില് അഹംഭാവം പോയി തുടങ്ങും. കാര്യത്തിൽ ശേഷി കൂടും. യോഗ കർമ്മസു കൗശലം. ഈ ഒരു കണക്ഷൻ വരുന്നതോടുകൂടി നമ്മുടെ ഈ ചെറിയ 3 പിൻ പ്ലഗ് ആ വലിയ പ്ലഗിൽ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി the government officials of the government of the universe will serve you. കൃഷ്ണാനന്ദ സ്വാമിയുടെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ എപ്പോഴാണോ സ്വയം ഭഗവാൻ വേണ്ടി സ്വയം അർപ്പിക്കുന്നത്, അപ്പോ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിട്ട് പിന്നെ വരും ശ്ലോകം. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് the officials of the government of the universe will protect you. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നടന്നു എന്ന്. എന്തുകൊണ്ടാ? എവിടെയോ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നടന്നത്. ഞങ്ങളുടെ 1992 നടന്ന വിവേകാനന്ദ ഭാരത പരിക്രമയില് എത്ര സ്ഥലങ്ങളിലാണ് ഞങ്ങൾക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചത്. എന്നുവെച്ചാൽ ഒരു തരത്തിലുള്ള വിഘ്നങ്ങളില്ലാതെ ഞങ്ങളിപ്പോ ഇന്നൊരു ദിക്കില് 10-15 എത്തും എന്ന് പറഞ്ഞാല് കൃത്യം 10-15 എത്താനായിട്ട് സാധിച്ചു. 20,000 കിലോമീറ്റർ ഭാരതത്തിലെ യാത്ര ചെയ്തു. 10 വെഹിക്കിൾസും 50 പേരെയും കൂടിയിട്ട് ഒരു ദിക്കിലും സമയത്തിന് എത്താതെ ഞങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് കാത്തിരിക്കേണ്ടി വരെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളുമില്ല. വിഘ്നേശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, അത് ഓർക്കണം. വിഘ്നേശ്വരൻ നമ്മളിൽ നിന്ന് അന്യനല്ല, അന്യമായിട്ടുള്ള ഒരു ശക്തിയല്ല ഗണപതി. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ നല്ല വിചാരങ്ങൾ വിചാരിച്ച് നമ്മുടെ ഈ 3 പിൻ പ്ലഗിനെ നമ്മൾ മെയിൻ പ്ലഗ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അപ്പൊ എല്ലാ ദേവീ ദേവന്മാരും നമ്മുടെ അടുത്തേക്ക് വരും. ഗണപതി എപ്പോഴും കൂടെ ഉണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമി വേലും പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. സരസ്വതി ദേവിയുടെ വാഗ്ധോരണി നിങ്ങളിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കും. വേറെ എവിടെയും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കണ്ണടച്ചിരുന്നാലും ഭഗവാനെ വർണ്ണിച്ചില്ലേ സൂര്യദാസ്, എവിടുന്ന് കണ്ടിട്ടാണ്. അപ്പോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിന്റെ ആ അധ്യാത്മ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിച്ച് നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയാ പറയണേ, സർവകർമാണി മനസാ സന്യസ്തേ സുഖം വശി. അതാണ് സന്യാസം അർജുന. അല്ലാതെ ഈ കാവ്യം കൊണ്ടുകൊടുത്തിട്ടും പിടിച്ചിട്ട് ഹിമാലയത്തിൽ പോകലല്ല സന്യാസം. ഓരോ പ്രവൃത്തിയും എന്റെ എല്ലാ അത് ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ സമർപ്പിക്കാനായിട്ട് പഠിക്കൂ. അതാണ് സന്യാസം. അല്ലാതെ ഞാൻ സന്യാസം എന്നങ്ങോട്ട് പറയുമ്പോഴത്തേക്കും നിനക്ക് പരിഭ്രമായി, എവിടേക്കാണ് പോകേണ്ടത്, ഏത് കാട്ടിലേക്കാണ് പോകേണ്ടത്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എല്ലാം ഇവിടെ തന്നെയാണ്. ഈ നിൽക്കുന്ന നിൽപ്പില് നിനക്ക് ത്യാഗിയാവാം, സന്യാസിയാകാം, എന്ത് വേണമെങ്കിലും നിനക്കാകാം. എപ്പോ നിന്റെ മനസ്സ് നിന്റെ കൺട്രോളിലാണ് എന്നുണ്ടെങ്കിൽ, മനസ്സ് കൺട്രോളിലാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ ബുദ്ധിയുടെ ജ്ഞാനം ഉദിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരാർപ്പണമായിട്ടുള്ള ഒരു സമർപ്പണ ബുദ്ധി നമ്മൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കണം. ആത്മാവിനെ അറിയാൻ ശ്രമിക്കണം. സത്യത്തിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിന്റെ പ്രകാശം ബുദ്ധിയിലേക്ക് വരുന്നു, ബുദ്ധിയിൽ നിന്ന് അറിവ് മനസ്സിലേക്ക് വരുന്നു, അത് കർമ്മേന്ദ്രിയങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറയണ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ നിനക്ക്? എല്ലാത്തിനെയും ഒന്നായി കാണാൻ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് പറയുമോ എന്നിട്ട് മനോഹരമായിട്ടുള്ള ശ്ലോകം നമുക്ക് പറക്കിയെടുക്കേണ്ടത്. മുത്താണത്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. ഒരു ആനയില് എല്ലാ മൃഗവർഗങ്ങളിലും വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ. ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതി കൊണ്ടുള്ള ഒരു പേരല്ല എന്ന് മനസ്സിലാക്കണം. വിദ്യയും വിനയവും എവിടെ കൂടി ചേരുന്നു, ആ മനുഷ്യൻ അവൻ ബ്രഹ്മജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനിൽ, നല്ല പാണ്ഡിത്യമുള്ള ബ്രാഹ്മണരെ കണ്ടാൽ നമസ്കരിക്കാനായിട്ട് പഠിക്കൂ അർജുന. ഗവി, ആ പശുവിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. തന്റെ കുട്ടിക്ക് കൊടുക്കേണ്ടതായ പാല് നമുക്ക് തന്ന് നമ്മളെ തീറ്റി പോറ്റിക്കുന്നു. അവൾക്ക് കൊടുക്കേണ്ടത് എന്താ? കുറച്ച് പുല്ല് കൊടുത്താൽ അത്രേ അവൾക്ക് ആവശ്യം. എത്ര വലിയ ത്യാഗവും സേവനവുമാണ് അല്ലേ ഒരു പശു ചെയ്യുന്നത്. ഹസ്തിനി, വലിയ ആന. എന്നാലോ ആനയെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യിക്കുന്നത്? മരം പിടിപ്പിക്കുന്നു, എഴുന്നള്ളിപ്പിക്കുന്നു. എപ്പോഴെങ്കിലും നോക്കുന്നുണ്ടോ നമ്മള്? 18 മണിക്കൂറായിട്ട് ആന കാലുമ്പോ നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും കൊടുത്തോ? അതുകൊണ്ട് എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ വലുതായും ചെറുതായും ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ടോ? സ്വഭാഗേ,
പട്ടിക്കുട്ടികൾ, പട്ടിയെ വളർത്തിക്കൊള്ളുകൾ. ഈ കൊറോണയുടെ കാലത്ത് ഞാനൊരു ലെറ്റേഴ്സ് ടു എഡിറ്റർ എഴുതണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയും വീട്ടിൽ അങ്ങനെയാണ്, കുട്ടികളെ പറഞ്ഞാൽ കൊണ്ടാക്കത്തില്ല, വീടിന്റെ അന്തരീക്ഷം മലിനപ്പെട്ടു തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നി, ഒരു പെറ്റിനെ വളർത്താൻ പറയൂ, ഒരു പട്ടിക്കുട്ടിയോ ഒരു പൂച്ചക്കുട്ടിയോ, നമ്മൾ അതിനോട് സംസാരിക്കാൻ പഠിക്കും, അത് നമ്മളെ സ്നേഹിക്കാൻ പഠിക്കും, നമ്മുടെ മനസ്സിൽ അടഞ്ഞു കിടന്നിരുന്നായിട്ടുള്ള ചില സ്നേഹത്തിന്റെ ഉറവിടങ്ങളൊക്കെ തന്നെ പ്രവഹിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും ഓരോ പെറ്റിനെ വെച്ചോളൂ. എന്റെ പാവപ്പെട്ട ഒരു സഖിയുണ്ട്, വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് കമ്പാനിയനായിട്ട് ഒരു തത്തമ്മയുള്ളത്. ഒരു തത്തമ്മ. ആ തത്തമ്മോട് സംസാരിച്ചും ആ തത്തമ്മയുടെ കളിചേരികളും കണ്ടുകൊണ്ടാണ് അവർ ദിവസം കഴിക്കുന്നത്. അവരെ ആരുമില്ല അവർക്ക് നോക്കാൻ. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് കമ്പാനിയനായിട്ട് വന്നിട്ടുള്ള തത്തമ്മയാണ്. ശുനിചൈവ ശുഭാഗേച്ച. നീ ശുഭാഗ എന്ന് പറഞ്ഞാല് സമുദായത്തിൽ നമ്മുടെയൊക്കെ വിചാരം അവരെ കൊണ്ടൊരു ഉപകാരമില്ല എന്നാണ്. ചണ്ടാളന്മാര് എന്നായിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ സമുദായത്തിലുള്ള ആ വിവരണങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട്, ഇതിന്റെ ഏകദേശം സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നതിന്റെ ഫലമായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്നിച്ചു ചേർക്കാനായിട്ട് നോക്കുകയാണ്. നമ്മൾ പറയുന്ന മാതിരി ഇപ്പോ എന്താ പറയാ, ഓരോരോ കമ്മ്യൂണിറ്റീസിനുമുള്ള റിസർവേഷൻ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? എവിടെയോ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ വെക്കാൻ പാടില്ല, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളത് ഭാരതത്തിൽ പിറന്ന എല്ലാവർക്കും എവിടെയോ എപ്പോഴോ നമ്മുടെ മനസ്സിൽ കടന്നുകൂടും. ഇങ്ങനെ പാടില്ല, ഇങ്ങനെ വ്യത്യസ്ത മനോഭാവം നമ്മൾ വെക്കാനായിട്ട് പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് സമദർശിന. ആ സമദർശിത്വം നമുക്ക് ലഭിക്കും. എത്രത്തോളം നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുന്നുവോ അത്രയും ആ സമദർശിത്വം നമ്മുടെ വരും. അതുകൊണ്ട് ഇത് മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനിചൈവ സ്വപാകേച പണ്ഡിത സമദർശിനഃ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകത്തിലെ കൂടിയാണ് ഭഗവാന് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രഹ്മനിർവാണം, എല്ലാ തരത്തിലുമുള്ള നമ്മുടെ മാലിന്യങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പോയിട്ട് നമ്മള് ബ്രഹ്മനിർവാണം എന്നുള്ള അത്യുന്നതമായിട്ടുള്ള ആ പദവിയിലേക്ക് ചെന്ന് ചേരും എന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോ എന്തായി? മനസ്സിൽ ഒരു തരത്തിലുള്ള അർജുനൻ തുടങ്ങിയ വാക്കുണ്ടല്ലോ, കാർപ്പണ്യദോഷോപഹത സ്വഭാവം. അങ്ങനെയുള്ള കാർപ്പണ്യദോഷങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പോയി മനസ്സെപ്പോഴും ശാന്തമായിരിക്കും. മനസ്സെപ്പോഴും ഒരു പ്രകാശം നിറഞ്ഞതായിരിക്കും. മൗഢ്യത, ഇന്നിപ്പോ ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്കും ആത്മഹത്യാ പ്രവണതകൾ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു സമുദായത്തിനോടുള്ള ദേഷ്യം കാണിക്കൽ തുടങ്ങി, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ദേഷ്യം കാണിക്കൽ തുടങ്ങി. ഇങ്ങനെ നമുക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബഛിദ്രങ്ങളൊക്കെ വന്നു ചേരുന്നത്. അപ്പൊ എന്തിനാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഗീതയും കുടുംബവുമായിട്ട് എന്താ ബന്ധം? പിന്നെ ആരുമായിട്ടാണ് ബന്ധം? ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമല്ലേ? അത് നമ്മൾ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? എങ്ങനെയാണ് നമ്മൾ ഈ കുടുംബമായിട്ട് ബന്ധപ്പെടേണ്ടത്? എവിടെയാണ് നമ്മുടെ ബന്ധത്തിൽ പോരായ്മകൾ വരുന്നത്? പോരായ്മകളെ തീർച്ചെങ്കിലല്ലേ നമുക്ക് കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇന്നിപ്പോ നമുക്ക് അതാ പറ്റിയിരിക്കുന്നത്. ഭഗവാൻ അനുഗ്രഹം എനിക്ക് കിട്ടുന്നില്ല, നോക്കൂ എത്ര കഷ്ടപ്പെടുന്നു ഞാൻ എന്ന് പറയും. ചില സിസ്റ്റേഴ്സ് വന്നിട്ട് പറയും, ചില ബ്രദേഴ്സ് വന്നിട്ട് പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുടുംബത്തിൽ സുഖമില്ല. എങ്ങനെ സുഖം ഉണ്ടാവും? നിങ്ങളുടെ പ്ലഗുകൾ നോക്കിയോ? നിങ്ങളുടെ പ്ലഗ് പോയിന്റ്, നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞു, എന്റെ മിക്സി മിനിയാന്ന് കേടുവന്നു, ഞാൻ വിചാരിച്ചു മിക്സി കേടുവന്നു പോയി നോക്കിയപ്പോ കേട് മിക്സിക്കായിരുന്നില്ല, നമ്മുടെ മെയിൻസിന്റെ തെറ്റായിരുന്നു. അപ്പൊ ആ മെയിൻസ് ഫ്ലോ ചെയ്യാൻ നമ്മൾ അനുവദിക്കണ്ടേ? ആ മെയിൻ സ്വിച്ച് അതിലേക്ക് പ്രവാഹം വരുന്നുണ്ടോ? അതിന് നല്ല കാര്യങ്ങൾ ചെയ്യൂ, സമുദായത്തിനെ സേവിക്കാൻ പഠിക്കൂ, ക്ഷേത്രങ്ങളിൽ പോകൂ, നല്ല പുസ്തകങ്ങൾ വായിക്കൂ, പുരാണങ്ങൾ വായിക്കൂ. അങ്ങനെ വായിച്ചും പ്രവർത്തിച്ചും ചിന്തിച്ചും സേവിച്ചും ആ പ്ലഗിൽ കൂടി കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് ഡിവൈൻ എനർജി അതുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തു. ആദ്യം നമ്മുടെ വീടുകളിൽ എത്രയൊക്കെ വെളിച്ചം എന്തൊക്കെ ഉണ്ടായാലും ശരി, ഡിവൈൻ എനർജി അതിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അമ്പലങ്ങളിൽ പോകണം, പൂജകൾ ചെയ്യണം. അവിടെ നമുക്ക് എന്താ വെച്ചാല് ക്ഷേത്രങ്ങള്
ഭാരതത്തിലെ ക്ഷേത്രങ്ങൾക്ക് വലിയ ഒരു കർത്തവ്യമുണ്ടായിരുന്നു. നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, നമ്മൾക്കൊരു ഏകാത്മഭാവം തരുന്നത്. അമ്പലത്തിലെ ഒരു വിശേഷം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാം മറന്ന് എല്ലാവരും കൂടി ഒന്നിച്ചു ചേരണം, ആഘോഷങ്ങള്, അതിൽ കൂടിയൊക്കെ നമ്മളെ ഈ വലിയ ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ 5-ാം അധ്യായത്തില് കർമ്മത്തിനെ ജ്ഞാനത്തിന്റെ ചൂടില്, അതായത് ജ്ഞാനത്തിന്റെ അറിവിലും വെളിച്ചത്തിലും ശുദ്ധീകരിച്ച് അതിൻ്റെ മാറ്റ് കൂട്ടിയെടുക്കുമ്പോൾ അത് സന്യാസമായിട്ട് മാറും. അതാണ് പ്രവൃത്തിയില് ഞാൻ എൻ്റെ എനിക്ക് എന്നുള്ള ഭാവം ഇല്ല. ഞാൻ സാക്ഷാൽ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ള ബോധത്തിൽ ഞാൻ കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആ കർമ്മം സന്യാസമായിട്ട് മാറുന്നു. സന്യാസത്തിന് അതിൻ്റെ ഏറ്റവും അറ്റത്തെ അർത്ഥം എന്താണെന്നറിയും? ഭഗവാനല്ലാതെ വേറെ യാതൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് സന്യാസം. എൻ്റെ, എനിക്ക് എന്നുള്ള ഭാവം മാറണമെന്നുണ്ടെങ്കിൽ ഇതം നമ്മമ, ഈ ഇതിലുള്ളത് എല്ലാം ഭഗവാന്റെ തന്നെയാണ് എന്നുള്ള അറിവാണ്. അപ്പോ ഇതൊക്കെ വാസ്തവത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ? ചെയ്തിരുന്നു. ശ്രീകൃഷ്ണൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീരാമൻ, രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ അയോധ്യയെ പരിപാലിച്ചു വന്നിരുന്ന കാലത്ത് രാജകുടുംബം മാത്രമായിരുന്നില്ല ഭഗവാന്റെ കുടുംബം, അയോധ്യാവാസികൾ മുഴുവനുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനം തന്റെ മഹാപ്രസ്ഥാനത്തില് എല്ലാവരോടും എൻ്റെ കൂടെ വരണം എന്നുള്ളവരെല്ലാവരും സരയൂ നദിയിൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു, അല്ലേ? അപ്പോ രാമോ വിഗ്രഹവാൻ ധർമ്മ, ശ്രീകൃഷ്ണനെ പറയുമ്പോൾ എത്ര യോഗേശ്വര കൃഷ്ണോ, യോഗേശ്വരനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഈ കണക്ഷൻ വേണ്ടത്, വ്യഷ്ടിയും സമഷ്ടിയുമായിട്ട് എങ്ങനെയുള്ള ആ ബന്ധത്തെ എങ്ങനെ പ്രബലപ്പെടുത്താം എന്ന് നമുക്ക് കാണിച്ചു തരാണ് ശ്രീകൃഷ്ണൻ. ഒരിക്കലും മനസ്സിന് അദ്ദേഹത്തിന് ഒരു വിഷമത ഉണ്ടായിട്ടില്ല. ഇനി വരും അടുത്ത ഇതിൽ പറയും, ഗാന്ധാരിയുടെ ശാപം വരുന്ന സമയത്തും നമ്മുടെ ശിരസ്കനായി ശരി അമ്മേ, അമ്മയുടെ പറഞ്ഞ മാതിരി തന്നെ നടക്കട്ടെ, എനിക്കതിൽ യാതൊരു ദുഃഖമില്ല. ശ്രീകൃഷ്ണനെ എപ്പോഴെങ്കിലും നമ്മൾ ദുഃഖിച്ചു കണ്ടിട്ടുണ്ട്? ലോകത്തിലുള്ള എല്ലാ ദേവീദേവന്മാർക്കും ഒക്കെ, ഹൈന്ദവ ദേവന്മാർക്ക് വെച്ച് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ദുഃഖം കാണും. ഇവിടെ ദുഃഖമില്ല. എപ്പ നോക്കിയാലും അല്ലെ ചിരിച്ച് പ്രസാദിച്ച്. രാധയെ വിട്ട് വൃന്ദാവനത്തിൽ നിന്ന് പോണ സമയത്ത് രാധ പാവം കുറെ കരഞ്ഞു. കൃഷ്ണൻ എപ്പോഴും കൃപാലുവായിട്ട് രാധയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, രാധേ ഞാൻ നിന്നെ വിട്ടു പോകുന്നില്ലല്ലോ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്? നല്ലോണം ധ്യാനിച്ചു നോക്കൂ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? അപ്പോ ഇതൊക്കെ വെറും കഥകളും പുരാണങ്ങളും ഒന്നുമല്ല. നമുക്ക് ഓരോരുത്തരും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാകും തോറും നമ്മുടെ കുടുംബത്തിന്റെ ഛായ മാറണു. അതാണ് കുടുംബത്തിന്റെ ഛായ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ മുത്തച്ഛന്റെ ഫോട്ടോ ഗംഭീരമായിട്ട് അലങ്കരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. മുത്തച്ഛൻ ഇരുന്ന കാലത്ത് ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ മുത്തച്ഛന്റെ ഫോട്ടോ ഉണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം ലോകപ്രസിദ്ധനായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ അറിയപ്പെട്ട ആളായിരുന്നു. പിന്നെ ആൾക്കാർ വരുന്ന കാണുമ്പോൾ ഇയാളുടെ ഗ്രാൻഡ് സൺ അല്ലേ എന്ന് പറയാനിട വരണ്ട. അപ്പൊ വലിയൊരു ഫോട്ടോ, നല്ല മാലയൊക്കെ ഇട്ട് വെക്കും, എന്ന് വിളക്കൊക്കെ കൊടുത്തു. ഇരിക്കണ കാലത്ത് നോക്കിയില്ല, ശുശ്രൂഷിച്ചില്ല. എന്താ അതിന്റെ അർത്ഥം അല്ലേ? ആലോചിച്ച് നോക്കണം. നമ്മൾ അവസരം കിട്ടുന്ന സമയത്തെല്ലാം can I help you? In what way can I serve you? എന്നുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിന്റെ മഹാമന്ത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബം ശരിക്കും ഒരു അമൃത കുടുംബമായിട്ട് മാറും. അങ്ങനെയുള്ള അമൃത കുടുംബത്തിലേക്കുള്ള വഴികാട്ടിയായിരിക്കട്ടെ നമ്മുടെ ഗീതാ പഠനം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മസന്യാസയോഗം എന്ന അതിവിശിഷ്ടമായ ഈ വിഷയത്തെ
ഭഗവാനെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കർമ്മസന്യാസ യോഗത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ ഗീതാ അമൃതം അമ്മ നമുക്ക് ചൊരിഞ്ഞു തരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എടുത്ത് നമ്മുടെ കുടുംബങ്ങൾ അമൃത കുടുംബങ്ങളാക്കാം എന്ന് നമുക്ക് ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കർമ്മസന്യാസ യോഗം നമ്മുടെ ഓരോ കർമ്മങ്ങളും അങ്ങനെയുള്ള സന്യാസ യോഗത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.